ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവിൽ രാവിലെ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള അടി നടക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, രാവിലെ ഭക്ഷണമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രശ്നം നടക്കുന്നത്. പക്ഷേ ഭക്ഷണം ആവാത്തതിനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇടവിട്ട് അവിടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇന്ന് ദിലീപിൻ്റെ ആ ഒരു സിനിമയെ ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വിവരണം നൽകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകുന്നതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് വിളിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ടൈം അതിനെക്കുറിച്ച് സംസാരിച്ച് കുറേ ടൈം അങ്ങനെ പോയി. അത് കഴിഞ്ഞ ഉടനെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് എല്ലാ അംഗങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ആ ആക്ടിവിറ്റി കഴിഞ്ഞ ഉടനെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എത്രയും പെട്ടെന്ന് പ്രസ് മീറ്റിന് വേണ്ടി റെഡി ആവുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പോയി പെട്ടെന്ന് തന്നെ തുടങ്ങുമെന്നുള്ള ധാരണയിൽ കിച്ചൺ ടീമും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതേപോലെ ഈ പ്രസ് മീറ്റിന് വേണ്ടി റെഡി ആവാനും പോയി. അതിനിടയ്ക്കാണ് അപ്സരയും നമ്മുടെ പവർ ടീമിലെ ശരണിയൊക്കെ പാടെ വന്നിട്ട് ഭക്ഷണം റെഡിയായില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൻ്റെ ഒരു കളി അവിടെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം രാവിലെ തന്നെ ഒരു ഉടക്കമായി തുടങ്ങിയാൽ ഇന്നത്തെ ദിവസം എൻഗേജ്ഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കിച്ചൺ ടീമിൻ്റെ ആ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് പോലും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. പക്ഷെ അത് ഗബ്രി അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ. ഗബ്രി ഇവിടെ ജാസ്മിൻ കിച്ചൺ ടീമിലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ഗബ്രി അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവർക്ക് ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഭക്ഷണം റെഡിയാക്കാത്തതെന്നുള്ളത്. ഇവിടെ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, അൻസിബ അവിടെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ജിൻഡോയും അതേപോലെ ജാസ്മിനും ഇവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പണിയെടുക്കുന്നത് അൻസിബ തന്നെയാണ് കേട്ടോ. അൻസിബയ്ക്കാണ് വയ്യ എന്ന് പറഞ്ഞിരുന്നത്, അൻസിബയാണ് ഇപ്പോഴും അവിടെ പണിയെടുക്കുന്നത്.